നമസ്കാരം. വിവാദങ്ങൾ സൃഷ്ടിക്കുവാൻ തുനിഞ്ഞിറങ്ങുന്ന വലിയ റാക്കറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാകുന്നു. അടൽ സേതു തകർന്നുവെന്നും 1800 കോടി രൂപ വെള്ളത്തിലായി എന്നുമുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത് തകർന്ന റോഡിന്റെ ചിത്രം സഹിതമാണ്. പക്ഷേ അത് ഷെയർ ചെയ്യുന്നവരും ആഹ്ലാദിച്ച് കമന്റുകൾ ഇടുന്നവരും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ മെനക്കെടുന്നില്ല. അതല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെ പ്രചരണത്തിൽ ഏർപ്പെടുന്നു. അടൽ സേതു എന്ന് പറയുന്ന 16.5 കിലോമീറ്റർ നീളമുള്ള 6 വരിപ്പാത ഭാരതത്തിലെ ഏറ്റവും വലിയ കടൽപ്പാലമാണ് എന്നിരിക്കെ അതിന് കേടുപറ്റിയെന്നും ആരോപിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന മനോരോഗികളുടെ നാടായി നമ്മുടെ രാജ്യം മാറുകയാണ്. രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം വരെ ആഘോഷമാക്കുന്നവരുടെ മനോനില അതീവ ഗുരുതരമാണ്. യഥാർത്ഥത്തിൽ അടൽ സേതുവിന് കേടുപറ്റിയോ? ഇക്കൂട്ടർ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങളിൽ നിന്നു തന്നെ അത് വ്യക്തമാണ്. ചിത്രങ്ങളിൽ കാണുന്ന 2 വരിപ്പാത അടൽ സേതുവിലേക്ക് എത്തുന്ന അപ്രോച്ച് റോഡ് മാത്രമാണ്. അടൽ സേതു യഥാർത്ഥത്തിൽ 6 വരിപ്പാതയാണ്. അപ്രോച്ച് റോഡിന് ഈ പദ്ധതിയുമായി യാതൊരു ബന്ധവുമില്ല. രാജ്യത്തിലെ സുപ്രധാനമായ വികസന പദ്ധതിക്ക് അപകടം പിണഞ്ഞു എന്ന് കരുതിക്കൂട്ടി പ്രചരണം നടത്തി അതിൽ സന്തോഷം കണ്ടെത്തുന്ന രാജ്യവിരുദ്ധ മനോരോഗികളുടെ രാഷ്ട്രീയ മാനസിക നില അത്യന്തം അപകടകരമാണ്. മറ്റൊരാരോപണം ശ്രീരാമ മന്ദിരത്തിലുള്ള ചോർച്ചയെ പറ്റിയാണ്. ക്ഷേത്രം ചോർന്നൊലിക്കുന്നു എന്ന പ്രചരണത്തിന് മുഖ്യ കാർമ്മികൻ ആചാര്യ സത്യേന്ദ്രദാസിന്റെ വാക്കുകളാണ് പലരും ഉദ്ധരിക്കുന്നത്. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം സന്ദർശിച്ച ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നരേന്ദ്ര മിശ്ര ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗർഭഗൃഹത്തിൽ ചോർച്ചയുണ്ടെന്ന പ്രചരണം അസംബന്ധമാണെന്ന് പറഞ്ഞു. കിഴക്ക് വശത്തെ പൂർത്തിയാക്കാത്ത ഗാലറിയുടെ 2ാമത്തെ നിലയിൽ വൈദ്യുതി കമ്പികൾക്കായി പിടിപ്പിച്ചിട്ടുള്ള പൈപ്പുകളിൽ കൂടി വെള്ളം താഴത്തെ നിലയിലേക്ക് വന്നതിനെയാണ് ഭഗവാന്റെ ഗർഭഗൃഹം ചോർന്നൊലിക്കുന്നു എന്ന പ്രചരണമാക്കി മാറ്റിയത്. മഴവെള്ളം പൂർണ്ണമായി ഉപയോഗിക്കുവാൻ ലക്ഷ്യമിട്ട വൻ പദ്ധതികളാണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പേരുകേട്ട നിർമ്മാണ കമ്പനികളായ L&Tയും ടാറ്റയുമാണ് ഇരുമ്പ് അല്പം പോലും ഉപയോഗിക്കാതെ പഴയ മാതൃകയിൽ തന്നെ നിർമ്മാണ പ്രക്രിയ നടത്തുന്ന ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. റുക്കിയിലെ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരായ എഞ്ചിനീയർമാരും മാസത്തിൽ 2 തവണ ഈ നിർമ്മാണ പ്രക്രിയ വിലയിരുത്തുവാൻ ഇവിടം സന്ദർശിക്കാറുണ്ട്. രാമക്ഷേത്രത്തെ അപമാനിക്കണമെന്ന് തന്നെ കരുതിക്കൂട്ടിക്കൊണ്ട് നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ കേന്ദ്ര സർക്കാർ ഉൾപ്പെട്ടിട്ടുള്ള പദ്ധതികളിൽ വൻ അഴിമതി ഉണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമാണ്. ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി, പറയാത്തത് പറഞ്ഞുണ്ടാക്കി ഭരണഘടന NDA മുന്നണി മാറ്റി എഴുതുന്നുവെന്ന പ്രചാരണം നടത്തിയ രാഹുൽ ഗാന്ധിയും ഇത്തരം കുടില പ്രചാരണ തന്ത്രത്തിന്റെ ഭാഗമാണ്. 2004 വരെ നല്ല ഭരണം കാഴ്ചവെച്ച വാജ്പേയി സർക്കാരിനെ പ്രമോദ് മഹാജന്റെ ഇന്ത്യ ഷൈനിങ് എന്ന പ്രചരണമുണ്ടായിട്ടും അട്ടിമറിച്ചതും തോൽപ്പിച്ചതും കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത കാർഗിൽ ശവപ്പെട്ടി കുംഭകോണത്തിന്റെ മറപറ്റിക്കൂടിയാണ്. അത് സോഷ്യലിസ്റ്റും വാജ്പേയി സർക്കാരിലെ പ്രതിരോധ മന്ത്രിയുമായിരുന്ന ജോർജ് ഫെർണാണ്ടസിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യം കുറിച്ച കാര്യമായിരുന്നു. പിന്നീട് അഴിമതി ആരോപണത്തിൽ കഴമ്പില്ല എന്ന് സുപ്രീം കോടതി 2013 വിധിച്ചപ്പോഴേക്കും 2004 മുതൽ 2 വട്ടം UPA സർക്കാർ കേന്ദ്രഭരണം നടത്തി കഴിഞ്ഞു. കള്ളപ്രചരണങ്ങളുടെ മുനിയൊടിക്കുവാൻ കേന്ദ്ര സർക്കാരും അനുബന്ധ സംഘടനകളും തുനിഞ്ഞില്ലെങ്കിൽ രാജ്യം കാണാൻ പോകുന്നത് നുണപ്രചാരണങ്ങളുടെ വലിയ ഒരു കുത്തൊഴുക്കായിരിക്കും. ജയ് ഹിന്ദ്.